രാജ്യം 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഒരുങ്ങുമ്പോൾ ഇത്തവണ പ്രധാനമന്ത്രി മോദിയുടെ ക്ഷണം എത്തിയിരിക്കുന്നത് വിവിധ മേഖലകളിൽ നിന്നുള്ള 10,000-ഓളം വിശിഷ്ട അതിഥികൾക്ക്. നമുക്കറിയാം, റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രധാന ആകർഷണം എന്നത് തന്നെ ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡാണ്. ഇത്തരത്തിലുള്ള ഒരു ദേശീയ പരിപാടികളിൽ പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണയും മോദിജി റിപ്പബ്ലിക് ദിന പരേഡ് ഒരുക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ചവരെയും സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ അടക്കം ന്യൂഡൽഹിയിലേക്ക് അദ്ദേഹം ക്ഷണിച്ചിരിക്കുകയാണ്. ഇതിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഗ്രാമങ്ങളിൽ നിന്നുള്ള സർപഞ്ചുമാർ, ദുരന്ത നിവാരണ പ്രവർത്തകർ, സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾ, കരകൗശല വിദഗ്ധർ, പുനരുപയോഗ ഊർജ്ജ പ്രവർത്തകർ, അംഗീകൃത സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റീസ്, ആശാപ്രവർത്തകർ, ആദിവാസി ഗുണഭോക്താക്കൾ എന്നിവരെ അടക്കം പ്രത്യേകമായിട്ടാണ് അദ്ദേഹം ക്ഷണിച്ചിരിക്കുന്നത്. ഇവർക്കൊപ്പം തന്നെ കൃഷി, പരിസ്ഥിതി സംരക്ഷണം, ആരോഗ്യം, നൈപുണ്യ വികസനം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ളവർക്കും ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചവർക്കും ക്ഷണമുണ്ട്. പാരാ അത്ലറ്റുകൾ, അന്താരാഷ്ട്ര കായിക ഇനങ്ങളിലെ വിജയികൾ, സ്റ്റാർട്ടപ്പുകൾ, പേറ്റന്റ് ഉടമകൾ, സ്കൂൾ മത്സര വിജയികൾ എന്നിവരും ആഘോഷങ്ങളിൽ പങ്കുചേരും. മുമ്പ് ഡൽഹി സന്ദർശിച്ചിട്ടില്ലാത്തവർക്കും സർക്കാർ മുൻകൈയെടുക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ മികവ് പുലർത്തിയവർക്കും മുൻഗണന നൽകിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതിക്കും PM കുസുമിനും കീഴിൽ പരിസ്ഥിതി സംരക്ഷണത്തെയും ഊർജ്ജത്തിന്റെ പുനരുപയോഗത്തെയും പ്രോത്സാഹിപ്പിച്ച കർഷകർക്കും കുടുംബങ്ങൾക്കും ഇത്തവണ റിപ്പബ്ലിക് പരേഡിന് സാക്ഷ്യം വഹിക്കാനാകും. അതിഥികൾക്ക് പരേഡിന് സാക്ഷ്യം വഹിക്കാനുള്ള അവസരം മാത്രമല്ല, മുതിർന്ന മന്ത്രിമാരുമായി സംവദിക്കാനും ദേശീയ യുദ്ധസ്മാരകം, PM സംഗ്രഹാലയം, ഡൽഹിയിലെ മറ്റ് പ്രധാന സ്ഥലങ്ങൾ എന്നിവ സന്ദർശിക്കാനും അവസരമൊരുക്കുന്നു. ഇതുകൂടാതെ റിപ്പബ്ലിക് ദിന പരേഡും അനുബന്ധ പരിപാടികളും കാണാനും സാധാരണക്കാർക്ക് അവസരമുണ്ട്. നമുക്കറിയാം, 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയിരുന്നു. അതിനു പിന്നാലെ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ചെയർമാനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടന തയ്യാറാക്കി. ബ്രിട്ടീഷുകാരുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ, അതായത് 1935 ഇത് പിൻവലിച്ച് 1950 ജനുവരി 26-ന് ഇന്ത്യയുടെ ഭരണഘടന രാജ്യമെമ്പാടും നിലവിൽ വന്നു. ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നതിന്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി 26 രാജ്യം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന സൈനിക പരേഡ് തന്നെയാണ് പ്രധാന റിപ്പബ്ലിക് ദിന പരിപാടി. രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം പ്രദർശിപ്പിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിശ്ചല ദൃശ്യങ്ങളും ഈ പരേഡിൽ ഉൾപ്പെടും. ഡൽഹി കൂടാതെ മറ്റ് സംസ്ഥാന തലസ്ഥാനങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടക്കും. 1950 ഇന്ത്യയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയായി എത്തിയത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുർക്കാണോ ആയിരുന്നു. 2018 10 ആസിയൻ രാജ്യങ്ങളുടെ തലവന്മാരാണ് അതിഥികളായി എത്തിയത്. ഏറ്റവും അധികം അതിഥികൾ എത്തിയതും അതേ വർഷം തന്നെയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.